ചെറിയൊരു സിനിമ നമ്മൾ വലിയൊരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ കൊണ്ടുവന്നു, അത് തിയേറ്ററിൽ എത്തിച്ചു എന്നുള്ളതാണ്. നമ്മളൊരു 25ഓളം സ്റ്റേഷൻ റിലീസ് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 22ഓളം സ്റ്റേഷനിൽ ഷോ ബ്രേക്ക് ആവാതെ പടം കളിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ്. അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓരോ തിയേറ്ററിലും ഒരു 50 ആൾ, 40 ആൾ, 20 ആൾ ആ റേഞ്ചിൽ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്ന് കാലിക്കറ്റ് ഗംഗയിലാണ്. അപ്പം അവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ പറയാം, ടിക്കറ്റ് റേറ്റ് കുറവാണ്. 80 രൂപയാണ് അവിടെ ടിക്കറ്റ് റേറ്റ്. അതായത് ഇപ്പം എൻ്റെ കൂടെ ആങ്കറിങ് ചെയ്യുന്ന ബ്രോയുടെ പേര് ബോബി ഹീറോ ആയാലും ഒരു സിനിമ കാണാനായിട്ട് മിനിമം 80 ആൾ, അതായത് വിത്തൗട്ട് യുവർ പോക്കറ്റ്. ബോബിയുടെ പോക്കറ്റിൽ നിന്ന് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് മറ്റുള്ളവർ കാണിക്കലല്ല, ബോബിയെ കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ ആൾക്കാർ വരണം. ഇപ്പോൾ ബോബി ചിലപ്പം ഒരു 10 കൊല്ലം മുന്നേ പോലും ചെയ്തില്ല, പൈസ കൊടുത്ത് പടം കാണിക്കുന്ന സിസ്റ്റം ഇല്ല. ഇപ്പോൾ പൈസ ഡിസ്ട്രിബ്യൂട്ടറും അതുപോലെ പ്രൊഡ്യൂസറും ഒക്കെ പൈസ മുടക്കിയിട്ടാണ് സിനിമ ആൾക്കാരെ കാണിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ട് എന്ത് കാര്യമുള്ള ഒരു കാര്യവുമില്ല. കാരണം നമ്മൾ സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് സിനിമ കാണാനായിട്ട് ഓട്ടോമാറ്റിക്കലി ജനങ്ങൾ വരണം. അത് വരണം എന്നൊരു സിനിമ കാണണം, തിയേറ്ററിൽ വരണം എന്നുണ്ടെങ്കിൽ ടിക്കറ്റിൻ്റെ റേറ്റ് കുറയ്ക്കണം. എക്സ്പെഷ്യലി ചെറിയ സിനിമകൾ വരുമ്പോൾ നമ്മൾ കുറച്ച് മാറണം. നമ്മൾ 2026 നിൽക്കണം. നമ്മൾ മമ്മൂട്ടി മോഹൻലാൽ സിനിമയ്ക്കും അതുപോലെ തന്നെ ചെറിയ ആർട്ടിസ്റ്റിൻ്റെ സിനിമയ്ക്കെല്ലാം ഒരേ റേറ്റിൽ ജനങ്ങൾ വരില്ല. ജനങ്ങൾ മാറി. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് തിയേറ്റർ ഫുൾഫിൽ ആവാത്തത്. അപ്പോൾ ടിക്കറ്റ് റേറ്റ് കുറയ്ക്കുക. ഈ ടിക്കറ്റ് റേറ്റ് കുറഞ്ഞ തിയേറ്ററുകളിൽ ഒരു തിയേറ്ററിലും ഷോ ബ്രേക്ക് ആവില്ല. കാരണം എന്ന് വെച്ചാൽ 80 രൂപയിലേ ഉള്ളൂ, സിനിമ കണ്ടേക്കാം. ഒരു തിയേറ്ററിൽ 4 ഷോയ്ക്ക് 400 ആൾ കണ്ടാൽ അത് പല ആൾക്കാർക്കും പബ്ലിസിറ്റി ആവും. വീണ്ടും 400-450 ആൾക്കാർ വന്ന് പടം കാണും. ഇങ്ങനെയാണ് ഒരു പടത്തിന് കളക്ഷൻസ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സിനിമ എടുത്ത് കൊണ്ടുവരുമ്പോൾ അടുത്ത സ്പോട്ടിൽ ടിക്കറ്റിന് കുറച്ച് ആളെ അങ്ങ് കയറ്റുക. ഇത് എത്ര ദിവസം നിൽക്കും?